നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. നന്നായിട്ടൊന്ന് കൈയടിച്ചോ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 4ാമത്തെ പോയിന്റ് എഴുതി വെച്ചോ. ദാമ്പത്യ ജീവിതം എന്നും വിജയപ്രദമായി തീരണമെങ്കിൽ ഭാര്യയും ഭർത്താവും ദേവാലയത്തിൽ വസിക്കുന്നവരാകണം. എന്തിനാണ് 2 സ്ഥലങ്ങളിൽ 2 ഭവനങ്ങളിലുമായിരുന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിച്ചിട്ട് മരണം വരെ ഈ ബന്ധം തുടരുന്നത്? ഈ ഭാര്യയും ഭർത്താവും വസിക്കേണ്ട സ്ഥലത്തിൻ്റെ പേരാണ് ദേവാലയം. ഭാര്യയും ഭർത്താവും ദേവാലയത്തിൽ വസിക്കുന്ന വ്യക്തിയായാൽ ഒരിക്കലും നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ വിജയം കിട്ടാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവര്, വൈദികരാകാനായിട്ട് പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. സ്ഥലത്തിൻ്റെ പേരറിയാവോ? അതിൻ്റെ പേരാണ് സെമിനാരി. ഇങ്ങനെ സെമിനാരിയിൽ പഠിച്ചിട്ട് വൈദികരാകുന്ന സന്യാസ വൈദികർ താമസിക്കുന്ന സ്ഥലമുണ്ട്. ഈ സന്യാസ വൈദികർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പറയും ആശ്രമം. ഈ സെമിനാരിയോ ആശ്രമത്തെയോ നോക്കിയിട്ട് ഒരു കവിയോ കലാകാരന്മാരോ പാടുകയോ പറയുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല സെമിനാരി ഒരു ദേവാലയമാണെന്ന്. ആശ്രമ വൈദികർ താമസിക്കുന്ന ആശ്രമത്തെ നോക്കി കവിയോ കലാകാരന്മാരോ പാടുകയോ പറയുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല ഈ ആശ്രമം ഒരു ദേവാലയമാണെന്ന്. ഇടവക വൈദികർ താമസിക്കുന്ന സ്ഥലമുണ്ട് പള്ളിമേട. ഈ പള്ളിമേടയെ നോക്കി കവിയോ കലാകാരന്മാരോ പാടുകയോ പറയുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല പള്ളിമേട ഒരു ദേവാലയമാണെന്ന്. ഈശോയുടെ പ്രത്യേകമായിട്ടുള്ള വിളി സ്വീകരിച്ച് യേശുവിനെ മണവാളനായി കണ്ടിട്ട് അവസാനം വരെ യേശുവിൻ്റെ മണവാട്ടിയായി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്ത് സമർപ്പണ ജീവിതം നയിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലമുണ്ട് കോൺവെൻ്റ് അല്ലെങ്കിൽ മഠം. ഈ കോൺവെൻറ്റിനെയോ മഠത്തെയോ നോക്കി ഒരു കവിയോ കലാകാരന്മാരോ പാടുകയോ പറയുകയോ എഴുതി വെക്കുകയോ ചെയ്തിട്ടില്ല കോൺവെൻറ്റ് മഠം ഒരു ദേവാലയമാണെന്ന്. എന്നാൽ വിവാഹമെന്ന കൂദാശയിലൂടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും മരണം വരെ താമസിക്കുന്ന ആ ഭവനത്തെ നോക്കിയിട്ട് കവിയും കലാകാരന്മാരും പാടുകയും പറയുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ളതാണ് കുടുംബം. ഒരു ദേവാലയമാണ് കുടുംബം. ഒരു ദേവാലയമാണ്. ഇനി നിങ്ങൾ നോക്ക്, ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഉയർന്ന് കാണുന്ന കെട്ടിടമുണ്ടല്ലോ, ആ ഉയർന്ന് കാണുന്ന കെട്ടിടം അതൊരു പള്ളിയാണ്, അതൊരു ദേവാലയമാണ് എന്നെങ്ങനെ പറയും? ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്നത് പള്ളിയാണെന്ന് പറയണമെങ്കിൽ ആ പള്ളിയുടെ മുമ്പിൽ, ആ ദേവാലയത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന കുരിശുണ്ട്. ഈ കുരിശ് കണ്ടിട്ടാണ് പറയുന്നത് അതൊരു ദേവാലയമാണെന്ന്. പള്ളിയിൽ വെച്ച് വിവാഹിതയായ സ്ത്രീയാണോ? ആ സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ കഴുത്തിൽ ഒരു താലിയുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ താലിയിൽ ഒരു കുരിശുണ്ട്. ദേവാലയത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കുരിശും ഈ ഭാര്യയുടെ കഴുത്തിലെ താലിയിൽ കാണുന്ന കുരിശും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് അടുത്തത് എഴുതി വെക്കുക. എന്താണ് ദേവാലയത്തിൻ്റെ മുകളിൽ കാണുന്ന കുരിശും താലിയിൽ കാണുന്ന കുരിശും? അതിൻ്റെ അർത്ഥം എന്താ? ഈ കുരിശിൻ്റെ അർത്ഥം: 1, കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. 2, കുരിശ് ത്യാഗത്തിൻ്റെ അടയാളമാണ്. 3, കുരിശ് സമർപ്പണത്തിൻ്റെ അടയാളമാണ്. 4, കുരിശ് സഹനത്തിൻ്റെ അടയാളമാണ്. 5, കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, സഹനത്തിൻ്റെ, രക്ഷയുടെ അടയാളമാണ് കുരിശ്. എന്ത് ചെയ്ത് നോക്കിയോ? ഈശോ കുരിശിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണത കാണിച്ചെന്നു. നിനക്ക് ഈശോ നിന്നെ എന്തോരം സ്നേഹിച്ചെന്നറിയണോ? കുരിശിലേക്ക് നോക്കിയാൽ മതി. കുരിശിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഞാൻ സ്നേഹിക്കുന്നു എന്ന് 900 പ്രാവശ്യം പറഞ്ഞ സ്നേഹമായാല. പിന്നെന്താ? ആ സ്നേഹത്തിൻ്റെ പിന്നെ ഒരു ത്യാഗമുണ്ടോ? സ്നേഹത്തിൻ്റെ പിന്നിലെ ത്യാഗം നോക്കിയിട്ടാണ് സ്നേഹത്തിന് വിലയിടുന്നത്. ആണോ അല്ലയോ? അതെ. ഈശോ എന്നോട് സ്നേഹം കാണിച്ചതിൻ്റെ പിന്നിൽ ചെയ്ത ത്യാഗമാണ് ആ കുരിശിൽ ത്യാഗത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കുരിശിൽ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കുരിശിൽ 2 രീതിയിലുള്ള സമർപ്പണം. എന്തൊക്കെയാ 2 രീതി? 1, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുമ്പിൽ, ആഗ്രഹത്തിന് മുമ്പിൽ ഈശോ തന്നെ സമർപ്പിച്ചപ്പോൾ കിട്ടിയതാണ് കുരിശ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടത്തിനു മുമ്പിൽ ഈശോ തൻ്റെ ഇഷ്ടത്തെ സമർപ്പിച്ചപ്പോൾ കിട്ടിയത് കുരിശാണെങ്കിൽ എന്ത് ചെയ്തെന്നറിയാവോ? ഓരോ പാപിയുടെയും മുമ്പിൽ ഈശോ പറയുന്നു,
മോളെ ഈ പാപം നിന്നെ ശിക്ഷിക്കുന്നു, അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ശിക്ഷ അത് നീ എൻ്റെ കയ്യിലേക്ക് താ. എൻ്റെ പരിശുദ്ധമായ ജീവിതത്തെ പാപിയായ നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഓരോ പാപിയുടെ മുമ്പിൽ തൻ്റെ പരിശുദ്ധമായ ജീവിതത്തെ സമർപ്പിച്ചിട്ട് പാപിയെ പരിശുദ്ധമാക്കിയതിന് വേണ്ടി ഈശോ സമർപ്പിച്ചതിൻ്റെ അടയാളമാണ് കുരിശ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ സഹനത്തിൻ്റെ പൂർണ്ണതയുണ്ട്. കുരിശിൽ സഹനത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവര്, ഒരിക്കലും ഒരു അമ്മച്ചി സഹനത്തെക്കുറിച്ചൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഈ യേശുവിനേക്കാൾ കൂടുതൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യേശുവിനേക്കാൾ കൂടുതൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അമ്മച്ചിയുടെ സഹനത്തെക്കുറിച്ച് കേൾക്കാനായിട്ട് എനിക്ക് കൊതിയായി. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ അമ്മച്ചി ആ സഹനം? അപ്പം അമ്മച്ചി പറഞ്ഞെന്താണെന്നറിയാമോ? അച്ഛാ, എന്തെല്ലാം പറഞ്ഞാലും യേശുക്രിസ്തു 33 വർഷമല്ലേ സഹിച്ചുള്ളൂ. അച്ഛാ, എനിക്ക് വയസ്സ് 73ആയി. ഓർമ്മ വെച്ച നാൾ മുതൽ സഹനം അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരാ കൂടുതൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അമ്മച്ചി സഹിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മച്ചിയുടെ സഹനത്തിന് വിലയില്ല. എന്താ കാരണം എന്നറിയാം? ഓരോ ദിവസവും പറയുന്നു, അമ്മച്ചി, ഈശോയെ, നിന്നെക്കാൾ കൂടുതൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എന്നെ നീ കാണുന്നില്ലേ? സഹോദര, സഹോദരി, നിന്റെ സഹനം ചെറുതാകട്ടെ വലുതാകട്ടെ വലിയ വിലയുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാമോ? നിന്റെ സഹനത്തെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് ആനന്ദിക്കുമ്പോൾ, ചേർത്ത് വെച്ച് സന്തോഷിക്കുമ്പോൾ, ചേർത്ത് വെച്ച് സ്തുതിക്കുമ്പോൾ ആ സഹനങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഉയർച്ചയുടെ അടയാളമായി മാറും. കുരിശിൽ സഹനത്തിൻ്റെ പൂർണ്ണതയുണ്ട്. 5, കുരിശിൽ രക്ഷയുടെ പൂർണ്ണതയുണ്ട്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. ഇനി ശ്രദ്ധിക്ക്, ആ കുരിശാണ് ഈ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി, ഭാര്യയാകാൻ പോകുന്ന വ്യക്തിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയാമോ? അതാ, ഈ താലി വെച്ച് നീട്ടിയിട്ട് ഈ ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് ഭർത്താവാകാൻ പോകുന്ന വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാ, ഇന്ന് മുതൽ എൻ്റെ സ്നേഹം മുഴുവൻ നിനക്ക് നൽകി. ഈ സ്നേഹം മുഴുവൻ നൽകുന്നതിന് വേണ്ടി എന്തോരം ത്യാഗം, എന്തോരം ബുദ്ധിമുട്ടുണ്ടോ അതെല്ലാം ഞാൻ സ്വീകരിച്ചിട്ട്, അടുത്തത് കേൾക്ക്, എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, ഞാൻ ശരിയെന്ന് വിചാരിക്കുന്ന മുഴുവൻ നിനക്കായിട്ട് സമർപ്പിച്ചിട്ട്, ഇങ്ങനെ സമർപ്പിക്കുന്നതിൻ്റെ പിന്നിൽ എന്തോരം സഹനമുണ്ടോ ആ സഹനം മുഴുവൻ ഞാൻ സ്വീകരിച്ചിട്ട് ഞാൻ നിന്നെ രക്ഷിച്ചോളാം. പറഞ്ഞത് കേട്ടോ? അപ്പം എന്തെന്നറിയോ? ഭാര്യയാകാൻ പോകുന്ന വ്യക്തി കേട്ടത് എന്താണെന്നറിയാവോ? ഇന്നു മുതൽ നിങ്ങളുടെ സ്നേഹം മുഴുവൻ എനിക്ക് നൽകി. ഈ സ്നേഹം മുഴുവൻ എനിക്ക് നൽകുന്നതിന് വേണ്ടി നിങ്ങൾ എന്തോരം ത്യാഗവും സ്വീകരിച്ചിട്ട്, നിങ്ങളുടെ ഇഷ്ടവും ആഗ്രഹവും താല്പര്യവും എനിക്കായി സമർപ്പിച്ചിട്ട്, അങ്ങനെ സമർപ്പിക്കുന്നതിന് എന്തോരം സഹനം വേണോ ആ സഹനം മുഴുവൻ സ്വീകരിച്ചിട്ട് നിങ്ങൾ എന്നെ രക്ഷിച്ചോളാം എന്നാ പറയുന്നെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് ജന്മം നൽകി എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ വിട്ടിട്ട് ഞാൻ നിൻ്റെ കൂടെ മരണം വരെ താമസിക്കാൻ തയ്യാറാണ് എന്ന ഉറപ്പാണ് താലി വെച്ച് നീട്ടിയ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ശിരസ് കുനിച്ചു കൊടുത്തത്. അങ്ങനെ 2 മനുഷ്യ വ്യക്തികളെ മരണം വരെ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി എടുത്ത് ഉപയോഗിച്ച ഉപാധിയുടെ പേരാണ് കുരിശ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ കുരിശ് എന്തിൻ്റെ അടയാള? ദൈവം മനുഷ്യരുടെ മുമ്പിൽ തോറ്റുകൊടുത്തതിൻ്റെ അടയാളം. ഇനി നേരെ ശ്രദ്ധിച്ച്, ഈ താലി ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തപ്പോൾ എന്താ ഭർത്താവ് പറഞ്ഞെന്നറിയാവോ? ഭർത്താവ് പറഞ്ഞു, മോളെ, മരണം വരെ നീ ഈ കാണുന്നില്ല കുരിശ്, ഈ കുരിശിൽ ഈശോ ചെയ്തതുപോലെ ഞാൻ നിൻ്റെ മുമ്പിൽ തോറ്റു തന്നോളാം. നീ ഒന്നിട്ടോണ്ട് നടക്കാവോ? ഇതാ തോറ്റു കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊടുത്തത്. എന്നിട്ടോ അപ്പം കെട്ടിയവൻ പറഞ്ഞു, ഞാൻ തോറ്റു തന്നോളാം. ഇനി എന്നും കെട്ടിക്കൊണ്ട് നടക്കുന്ന കെട്ടിയോൾ എന്താ പറയണത്? നിങ്ങൾ ഈ താലിയിലേക്ക് നോക്കിക്കേ, ഈ താലിയിൽ എന്താ ഉള്ളത്? കുരിശല്ലേ ഉള്ളത്. ഈ കുരിശിലെന്തത്? ഈശോ തോറ്റു തന്നല്ലേ. ഇതുപോലെ മനുഷ്യ നോക്ക്, ഞാൻ എന്നും നിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തോളാം? തോറ്റു തന്നോളാം. അപ്പോൾ കെട്ടിക്കൊടുത്ത ഭർത്താവും കെട്ടിക്കൊണ്ട് നടക്കുന്ന ഭാര്യയും ഒരേ കാര്യമാണ് പറയുന്നത്. എന്ത്? തോറ്റു തന്നോളാം. എന്തിനു വേണ്ടി? സ്നേഹം നൽകാൻ. സ്നേഹം നൽകുന്നതിൻ്റെ മേലെ ത്യാഗം നൽകാൻ, എൻ്റെ ഇഷ്ടവും ആഗ്രഹവും സമർപ്പിക്കാൻ, അങ്ങനെ സമർപ്പിക്കുന്നതിന് എന്തോരം സഹനം സ്വീകരിക്കാൻ, അങ്ങനെ സ്വീകരിച്ചിട്ട് ഈശോയോട് ചേർന്ന് രക്ഷിക്കാൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അച്ഛാ, അതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ അന്ന് കെട്ടിക്കൊടുത്തത്. കുഴപ്പമില്ല. എന്താണെന്നറിയാവോ? അറിയാതെ ചെയ്തു പോയതിനൊന്നും കുഴപ്പമില്ല. ഇന്നിതാ
ഇന്നിതാ അറിഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പുതിയ കുടുംബ ബന്ധം. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാ? ഒന്ന്, ഈ താലിയിലേക്ക് നോക്കിയിട്ട് തോറ്റു തരാം. കെട്ടിക്കൊടുക്കുന്ന താലി ഇട്ടോണ്ട് നടക്കുമ്പോൾ തോറ്റു തരാം. 2, സ്നേഹം, ത്യാഗം, സഹനം, ഇഷ്ടമാഗ്രഹം അടിയറ വയ്ക്കാൻ അങ്ങനെ തോറ്റു തന്നോളാം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ കുരിശിന് ഒരർത്ഥം കൂടിയുണ്ട്. അർത്ഥം എന്താണെന്നറിയാമോ? യേശു കുരിശിൽ കയറുന്നോണം വരെ കുരിശ് അപമാനത്തിൻ്റെയും ശിക്ഷയുടെയും പരിഹാസത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ യേശു അതിനെ സ്വീകരിച്ചതോടുകൂടി അത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും രക്ഷയുടെയും അടയാളമായി മാറി. കുരിശ് പഴയതിൻ്റെ എല്ലാ അവസാനവും പുതിയതിൻ്റെ ആരംഭവും. പഴയതിൻ്റെ എല്ലാ അവസാനവും പുതിയതിൻ്റെ ആരംഭവും. നീ നിൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന താലിയിലെ കുരിശ് ഇന്നലകളെ ജീവിതത്തിൽ അറിയാതെ പോയതിൻ്റെ എല്ലാ അവസാനവും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ ആരംഭവുമാണ്. സഹോദര സഹോദരി, ഇന്ന് ഈ ബോധ്യത്തിൽ നീ ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ ദാമ്പത്യ ജീവിതം എന്നും എപ്പോഴും വിജയപ്രദമായി തീരും. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറയാ. നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്ത്. ശക്തമായി നന്നായിട്ടൊന്നും കൈയടിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൂരെ നിന്ന് നോക്കിയപ്പോൾ കുരിശ് കണ്ട് തിരിച്ചറിഞ്ഞു ദേവാലയമാണെന്ന്. ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ടിട്ട് പറഞ്ഞു, ഇവൾ ഒരു ഭാര്യയാണ്, സമർപ്പിച്ചിരിക്കുന്നു ഇവള്. അപ്പൊ നോക്ക്, എന്താണ് ഈ കുരിശ് കണ്ട് ആ പള്ളിയിലേക്ക് കയറിയാൽ ദേവാലയം പരിശുദ്ധമാണ്. ദേവാലയം പരിശുദ്ധമാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതം പരിശുദ്ധമാകണം. എങ്ങനെ ദേവാലയം പരിശുദ്ധമാകുന്നത്? ഈ പരിശുദ്ധമായ ദേവാലയത്തെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതയും ശക്തിയുമാണ്. ഹല്ലേലൂയ. ദേവാലയത്തെ വിശുദ്ധമാക്കുന്നത്, ദേവാലയത്തെ പവിത്രമാക്കുന്നത്, ദേവാലയത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാക്കി മാറ്റുന്നത് ആ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ യോഗ്യതയും ശക്തിയും അഭിഷേകവുമാണ്. ഹല്ലേലൂയ. ഇതുപോലെ ഓരോ ഭാര്യയും ഭർത്താവും ബലിയർപ്പിക്കുക എന്നുള്ളതാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നേഹമുള്ളവരെ, ഒരു പുരോഹിതനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കടമയും നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, കൂദാശ പരികർമ്മം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറേ സോഷ്യൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ല എൻ്റെ ഉത്തരവാദിത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. എന്നെ എന്തിന് കർത്താവ് പുരോഹിതനാക്കി? എന്നെ കർത്താവ് പുരോഹിതനാക്കിയത് കർത്താവിൻ്റെ ആൾത്താരയിലെ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ പുരോഹിതൻ എത്രമാത്രം വിശുദ്ധനാണ്, ഈ പുരോഹിതൻ എത്രമാത്രം യോഗ്യതയുള്ള വ്യക്തിയാണ് എന്ന് നോക്കുന്നത്, കാണുന്നത് ആ പുരോഹിതൻ ഓരോ ദിവസവും അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിലെ ബലിയുടെ യോഗ്യതയും ശക്തിയും എത്രമാത്രം വിശ്വാസത്തോടെ തീഷ്ണതയോടെ ആ പുരോഹിതൻ ബലി അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും പുരോഹിതൻ എപ്പോഴെങ്കിലും വീഴാനിടയായിട്ടുണ്ടെങ്കിൽ ആദ്യം വീഴുന്നത് ബലി അർപ്പിക്കുന്നതിലാണ്. ബലി അർപ്പിക്കണത്തിൽ പരിശുദ്ധിയും സ്നേഹവും ചൈതന്യവും തീഷ്ണതയും കുറഞ്ഞാൽ ആ കുറയുന്നത് ആ പുരോഹിതന്റെ ജീവിതത്തെ നശിപ്പിക്കും എന്നതുപോലെ ഓരോ ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ അൾത്താരയിലെ ബലി പോലെ പരിശുദ്ധമായ ബലിയർപ്പണത്തിന് വേണ്ടിയിട്ടാണ്. ഈ ബലിയർപ്പണത്തിൽ മനസ്സിലാക്കണം, ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം നിർവഹിക്കാനായിട്ട് കർത്താവ് ആശീർവദിച്ച് തന്നിരിക്കുന്ന ശരീരം, ഈ ശരീരത്തിലെ ലൈംഗികത എന്ന ഏറ്റവും പരിശുദ്ധമായ കഴിവ്, ഈ ലൈംഗികത എന്ന പരിശുദ്ധമായ കഴിവിനെ ഒരു ഭാര്യയും ഭർത്താവും പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, മാനസികമായ അടുപ്പത്തിൽ എന്തെല്ലാം ഈ ശരീരത്തിൻ്റെ പരിശുദ്ധിയിൽ ചെയ്യുന്നോ, ഈ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം അവകാശപ്പെട്ടത്. ഭാര്യയും ഭർത്താവും മാത്രം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് ഓരോന്ന് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി മാറുന്നു. എന്നാൽ അതേ പ്രവൃത്തി ഒരു പുരുഷനും സ്ത്രീയും പുറത്ത് ചെയ്താൽ ആ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ പാപത്തിൻ്റെ പ്രവൃത്തിയായി മാറുന്നു. അപ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അത് ചെയ്യുന്നത് മുഴുവൻ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, ആ പ്രവൃത്തി പുറത്ത് ചെയ്യുമ്പോൾ പാപത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, ഒരു ഭാര്യനെയും ഭർത്താവിനെയും തൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കർത്താവ് നയിക്കുന്നത് ഓരോ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ,
പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഈ ദാമ്പത്യ ബന്ധം, ഈ ശാരീരിക സമർപ്പണം, അത് കർത്താവിൻ്റെ ആൾത്താരയിലെ ബലി പോലെ പരിശുദ്ധമാണ് എന്ന് ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയും. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം, റോമാലേഖനം 12-ാം അധ്യായം 1-ാം വചനത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ പരസ്പരം ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ആ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ ഓരോ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം, ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ആരാധന ഈ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയുടെ പൂർണ്ണതയിലുള്ള സമർപ്പണമാണ്. ഈ സമർപ്പണം നിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയിലെ ആരാധനയാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ ഈ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആനന്ദിക്കുന്നു. ദാമ്പത്യ ജീവിതം അനുഗ്രഹപ്രദമായി വിജയപ്രദമായി തീരുന്നതിന് ഈ ബലിയർപ്പണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും, കുടുംബം ദേവാലയമാണെങ്കിൽ ദേവാലയത്തിൽ വസിക്കുന്ന ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം, ഭാര്യയും ഭർത്താവും താമസിക്കുന്ന മുറി, ആ മുറി അൾത്താരയാണ്. ആ മുറിയിലെ കട്ടിൽ ബലിപീഠമാണ്. അതുകൊണ്ട് ആ മുറിയെ പരിശുദ്ധിയിൽ കാണണം. എന്തെന്നാൽ ഇത് അൾത്താര പോലെ പരിശുദ്ധമാണ്. ഇവിടെ അർപ്പിക്കുന്ന ബലി, ആ ബലി സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐക്യത്തിൻ്റെ അടയാളമായി കാണുമ്പോൾ സ്നേഹമുള്ളവരെ, ഓരോ ഭാര്യയും ഭർത്താവും ഈ പരിശുദ്ധിയുടെ ബലി അൾത്താരയിൽ ബലിപീഠത്തിൽ അർപ്പിച്ചാൽ, ഇങ്ങനെ പരിശുദ്ധിയിലും സ്നേഹത്തിലും അർപ്പിക്കുന്ന ബലി, ആ ബലി അർപ്പിക്കുന്ന ഭാര്യയും ഭർത്താവിനെ ഒരിക്കലും പിശാച് തൊടാൻ ദൈവം അനുവദിക്കല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് 1 കൊരിന്ത്യസ് 3-ാം അധ്യായം 16-17 തിരുവചനത്തിൽ പറയും. 1 കൊരിന്ത്യസ് 3:16-17 നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവം നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവന്, ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവന് ഭാര്യയും ഭർത്താവും തന്റെ പരിശുദ്ധമായ ശരീരം ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബലിയർപ്പിക്കേണ്ടതായ ശരീരത്തിന്റെ ഭാര്യയും ഭർത്താവും പുറത്ത് ചെയ്താൽ അത് പാപത്തിന്റെ പ്രവൃത്തി. ആ പാപത്തിന്റെ പ്രവൃത്തി നീ ഏർപ്പെട്ടാൽ, ഈ പാപത്തിന്റെ പ്രവൃത്തിയുടെ മാലിന്യം കൊണ്ടാണ് നീ ഇവിടെ ബലിയർപ്പിക്കുന്നതെങ്കിൽ, സഹോദര സഹോദരി തിരിച്ചറിയൂ, സാത്താൻ നിന്റെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കാൻ അവൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമോ എന്ന് നോക്കും. അതുകൊണ്ട് ഓർത്തോ, എവിടെ കുടുംബ ബന്ധം തകരുന്നുണ്ടോ, ഈ അൾത്താരയിലെ ബലി അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മാനസികമായ അടുപ്പത്തിൻ്റെ പൂർണ്ണതയിലും എപ്പോൾ എങ്ങനെ യാതൊരു നിബന്ധനയില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ചെയ്യുന്ന ഓരോ കാര്യവും അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തി ഈ ഭാര്യനെ ഭർത്താവിനെ സ്നേഹത്തിൽ വളർത്തും, സ്നേഹത്തിൽ നിലനിർത്തും, സ്നേഹത്തിൽ ശക്തിപ്പെടുത്തും. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം ഇത് സ്നേഹത്തിൻ്റെ പ്രവൃത്തി. ആ പ്രവൃത്തി പുറത്ത് ഏത് വ്യക്തി ചെയ്താലും അത് പാപത്തിൻ്റെ പ്രവൃത്തി. ഈ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും മറ്റൊരു ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം, ഞാൻ എന്നും എപ്പോഴും എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ, സ്നേഹത്തെ മനസ്സിലാക്കി സമർപ്പിക്കാൻ ഞാൻ മടി കാണിക്കുന്നുണ്ടോ, താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ടോ, ഇഷ്ടക്കുറവ് കാണിക്കുന്നുണ്ടോ? സഹോദര സഹോദരി, അതിൻ്റെ ഒരു ചെറിയ കണിക നിൻ്റെ ഉള്ളിലുണ്ടെന്ന് കണ്ടാൽ പിശാച് അവിടെ കൂടുതൽ കടന്നു വന്ന് അകറ്റും. അവിടെയാണ് പ്രശ്നം ആദ്യം ആരംഭിക്കുന്നത്, അവിടെയാണ് സാത്താൻ ആദ്യം തുടങ്ങുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ബലി ഓർക്കണം, ഭാര്യയും ഭർത്താവും ദേവാലയത്തിൽ വസിക്കാനുള്ളവരാണ്, അൾത്താരയിൽ ബലിയർപ്പിക്കാനുള്ളതാണ്, ബലിപീഠത്തിൽ ജീവിതത്തെ കൊടുക്കാനുള്ളതാണ്. എന്ത് ചെയ്യണം? ഇവിടെ ഒരിക്കലും നിങ്ങളുടെ മക്കൾ കൂടിപ്പോയാൽ 3 വയസ്സ് വരെ, അതാണ് ശൈശവം. ഈ ശൈശവ പ്രായം വരെ ഈ മക്കളെ കടത്താം. കഴിഞ്ഞാൽ
മക്കളെ മാറ്റി കിടത്തണം. അതല്ലാണ്ട് ഭാര്യയും ഭർത്താവും 2 മുറിയിലല്ല. അങ്ങനെ ഇന്ന് ഇപ്രകാരം കിടക്കുന്നതായിട്ടുള്ള ചില ഭവനങ്ങളൊക്കെ ഉണ്ട്. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം ആരംഭിക്കുന്ന എവിടെയാണ് എന്താണെന്നറിയാമോ? ബലിപീഠത്തിൽ ബലിയർപ്പിക്കേണ്ട ഭാര്യയും ഭർത്താവും അൾത്താരയിൽ കിടക്കേണ്ടവർ, ബലിപീഠത്തിൽ ബലിയർപ്പിക്കേണ്ടവർ ഈ ബലിപീഠത്തിൽ നകന്നാൽ, അൾത്താരയിൽ നകന്നാൽ ഈ അകൽച്ചയിൽ പിശാച് വരുമെന്ന് ഓർക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഭാര്യയും ഭർത്താവും 2 മുറിയിലും 2 കട്ടിലുമാണ് കിടക്കുന്നതെങ്കിൽ ഈ ധ്യാനത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനമായിട്ട് അത് മാറണം. എന്തെന്നാൽ ഭാര്യയും ഭർത്താവും കർത്താവിൻ്റെ അൾത്താരയിലെ ബലി പോലെ ദേവാലയത്തിൽ അൾത്താരയിൽ ബലിപീഠത്തിൽ കിടക്കേണ്ടവരും ബലിയർപ്പിക്കേണ്ടവരുമാണ്. അവിടെ ബാക്കിയുള്ളവർക്കാണ് മാറ്റം, നിങ്ങൾക്കൊരിക്കലും മാറ്റമില്ല. മരണം വരെ ഒരേ രീതിയിൽ ജീവിക്കുന്ന ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇന്നലകളിലെ ദാമ്പത്യ ജീവിതത്തിൽ എവിടെയെങ്കിലും ബലിയർപ്പിക്കേണ്ട, ദേവാലയമായി മാറേണ്ട നിന്റെ ഭവനം, അൾത്താരയായി മാറേണ്ട നിന്റെ താമസമുറി, ബലിപീഠമായി മാറേണ്ട നീ കിടക്കുന്ന കട്ടിൽ അവിടെ മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സമർപ്പണത്തിൽ കൊടുക്കുന്നതിൽ, ബലിയർപ്പിക്കുന്നതിൽ അശുദ്ധി, അയോഗ്യത, ഭിന്നിപ്പ്, അകൽച്ച കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവേ അതിനെ മുഴുവൻ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുവാൻ, സ്നേഹത്തിനായി സമർപ്പിക്കാൻ, ഈ സ്നേഹത്തിൻ്റെ ബലിയിലെ വിജയത്തെ മുൻകൂട്ടി കണ്ട് അതിന് ചേർന്ന് നിൽക്കാൻ നീ എന്നെ സഹായിക്കണേ. ആഗ്രഹിച്ച് 2 കരങ്ങൾ ഉയർത്തി ആ തരം തുറന്ന് വിളിച്ചോ. ഈശോയേ, ഈശോയുടെ ശക്തി, ഈശോയുടെ സ്നേഹം, ഈശോയുടെ അനുഗ്രഹം, ഈശോയുടെ കൃപ, ഈശോയുടെ ആനന്ദം ഓരോ വ്യക്തിയിലും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. 2 കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, പ്രൈസ് ദി ലോർഡ്. നീ എനിക്ക് ജീവിതത്തിൽ തുണയായി തന്ന, നീ എനിക്ക് ജീവിതത്തിൽ തുണയായി തന്ന ഇണയേ നിൻ കരങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിന്റെ ജീവിത പങ്കാളി ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച്, ഇരു കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിത പങ്കാളിയിൽ എല്ലാ കുറ്റങ്ങളും കുറവുകളും പോരായ്മയോടും കൂടി സ്വീകരിച്ച് ഈശോയോട് ചേർത്ത് പിടിച്ച് ജീവിക്കുന്നതിനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച്, പരസ്പരം കുറവെല്ലാം ക്ഷമിച്ചാമോദാൻ നിൻഹിതം പോൽ ജീവിക്കാൻ ശക്തിയേകണം. എല്ലാവരും ചേർന്ന് വലിയ ആഗ്രഹത്തോടെ പരസ്പരം കുറവെല്ലാം ക്ഷമിച്ചാമോദാൻ നിൻഹിതം പോൽ ജീവിക്കാൻ ശക്തിയേകണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശബ്ദത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞോ. നല്ലൊരു കൈയടി കൊടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തൂ. പ്രൈസ് ദി ലോർഡ്.